മറ്റൊരു ഭാഗത്താ 3 ചെറുപ്പക്കാര്. ദൈവത്തെ ആരാധിക്കരുത്. ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഇത് വിട്ടൊരു പരിപാടി എനിക്കില്ല, ഇത് വിട്ടൊരു പരിപാടി എനിക്കില്ല. കാരണം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഇതാ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇതാ എന്നെ നടത്തിയത്. ഞാനൊരു നല്ല ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ടാ. ഞാനൊരു നല്ല വേദിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ, ഇതാ എന്നെ നടത്തിയത്. ഞാനിത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഇതാ എന്നെ നിർത്തിയത്. ഇതില്ലാത്തൊരു പരിപാടി, ഇതില്ലാത്തൊരു പരിപാടി എനിക്കില്ല. തീയുടെ ചൂട് 1-2 തവണയല്ല, 7 മടങ്ങ്. അന്നേരം പറഞ്ഞു, ഇതില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കില്ല. തീയുടെ ചൂടിനകത്തുകൂടെ നടന്നു പോകുമ്പോഴും, പ്രതികൂലത്തിനകത്തുകൂടെ നടന്നു പോകുമ്പോൾ, ഇത് നെഞ്ചോട് ചേർത്ത് പിടിക്കാമെങ്കിൽ നീ പോകുന്ന പ്രതിസന്ധിക്കകത്ത് നീ പോലും അറിയാത്തൊരു കരമിറങ്ങി വരൂ. കുഞ്ഞുങ്ങൾ റാഗി ചെയ്തു. വീട്ടിൽ ചെന്ന് ആ കുഞ്ഞ് ഒരു പിടി കയറിനകത്ത് ജീവൻ അവസാനിപ്പിച്ചു. എന്തുകൊണ്ടാ? സങ്കടം പറയാനൊരിടമില്ല, പ്രാർത്ഥിക്കാൻ ഒരു മുറിയില്ല. ഞാൻ പറയട്ടെ, നിനക്ക് തമ്പുരാൻ വീട് തരും, നിനക്ക് തമ്പുരാൻ കെട്ടിടം തരും, നിന്റെ തലമുറയ്ക്ക് എല്ലാ സൗകര്യം തരും. അതിന്റെ നടുവിൽ നിന്റെ തലമുറയ്ക്ക് പ്രാർത്ഥനയ്ക്കുള്ളൊരു മുറി നീ ഒരുക്കണം, പ്രാർത്ഥിക്കാൻ ഒരു മുറി നീ ഒരുക്കണം. കാരണം എന്താണെന്നറിയാമോ? കോളേജിൽ അവൻ ഒറ്റപ്പെടുമ്പോൾ, സ്കൂളിൽ അവൻ ഒറ്റപ്പെടുമ്പോൾ, ജോലി സ്ഥലത്ത് അവൻ ഒറ്റപ്പെടുമ്പോൾ, അവനോടി വന്നിരിക്കാൻ ഒരിടം, അവനോടി വന്നിരിക്കാൻ ഒരിടം. ഹല്ലേലൂയ. ആയിരിക്കുന്ന സമയത്ത് അവന്റെ പ്രതിസന്ധിക്കകത്ത് അവര് പോലും അറിയാത്തൊരു കരമിറങ്ങി വരും. അവര് പോലും അറിയാത്ത, നോക്കിക്കേ, 3 ചെറുപ്പക്കാരാ. ആ ദേശത്ത് ഒത്തിരി ചെറുപ്പക്കാര് ഞങ്ങൾ ആരാധിക്കത്തില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോ, ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയപ്പോ, 3 ചെറുപ്പക്കാര് പറഞ്ഞു, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കൂ. ഞാൻ ആരാധിക്കുന്ന ദൈവം തീച്ചൂളക്കകത്ത് ഇറങ്ങി വന്ന എന്നെ വിടിവിപ്പാൻ ശക്തനാ. ഇന്ന് ഞാൻ പറയട്ടെ, തീച്ചൂളയുടെ പ്രശ്നത്തിനകത്തുകൂടെയാണോ നീ കടന്നു പോകുന്നത്? വെന്തു പോകുന്ന സങ്കടത്തിനകത്തുകൂടെയാണോ നീ കടന്നു പോകുന്നത്? നാളെത്രയായോ നീ സമാധാനത്തോടെ ഉറങ്ങിയിട്ട് നീ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ആ പ്രതിസന്ധിക്കകത്ത് തമ്പുരാൻ ഇറങ്ങി വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സിംഹങ്ങളും ദാനിയേലും ഒരൊറ്റ കൂടിനകത്ത്. എനിക്ക് മനസ്സിലായ കാര്യമുണ്ടേ, പ്രാർത്ഥിക്കുന്നവനും പൈശാചിക മണ്ഡലവും ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്ന ഒരു ടൈം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്ത് ഇവന്റെ വാഗ്ദത്തത്തെ തകർക്കുന്ന ശക്തി, ഇപ്പുറത്ത് വചനം മുറുകെ പിടിക്കുന്ന ഭക്തൻ. ഹല്ലേലൂയ. ചൂടെ മനസ്സിലാകുന്ന ഈ ഭാഷയിൽ പറഞ്ഞ നെബൂഖദ്നേസറേ, നീ തീറ്റിപ്പോറ്റുന്ന സിംഹമല്ല എന്റെ ആയുസിനെ കൺട്രോൾ ചെയ്യുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവനെ നെബൂഖദ്നേസർ ഫുഡ്
മാത്രമല്ല എന്റെ ഭാവി തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ഭാവി തീരുമാനിക്കുന്നത് ഞാൻ സേവിക്കുന്നവനും എന്റെ ഉദയവനുമായ, ഞാൻ സേവിക്കുന്നവനോ എന്റെ ഉദയവനുമായ, ഞാൻ സേവിക്കുന്നവനോ എന്റെ ഉദയവനുമായ. നിനക്ക് വേണ്ടി ഭയങ്കര സാന്നിധ്യം ചലിക്കുന്നു. മനുഷ്യനല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, സാഹചര്യമല്ല തീരുമാനിക്കുന്നത്, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നീ സേവിക്കുന്നവനോ നിന്റെ ഉദയവനോ. വിളിച്ചവനെ അറിയാവുന്നവരുടെ പാടിയാണ്. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് എന്റെ ഭാവി തീരുമാനിക്കുന്നത് ഉദയവനാ. പാടിയാട്ടെ. പ്രാർത്ഥിച്ചോ.